ശ്രീ അനിൽ വിളയിൽ സ്വർണ്ണ കവർച്ച കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2019 മുതൽ 2024 വരെ മുരാരി ബാബുവിന്റെ ഗൂഢാലോചനയിലെ പങ്കാളിത്തം, സ്വാധീനം ഇവയൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തമായി എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണ കവർച്ച കേസിലെ രണ്ടാമത്തെ അറസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു നടപടി താങ്കൾ എങ്ങനെ കാണുന്നു? മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് സന്തോഷം തരുന്ന ഒരു വാർത്തയാണെങ്കിലും കഴിഞ്ഞ കുറേയേറെ ദിവസക്കാലമായി ഇദ്ദേഹത്തിനെ സ്വതന്ത്രമായി വിട്ടിരിക്കുകയായിരുന്നു. മുരാരി ബാബു ഒരു ചെറിയ കക്ഷിയൊന്നുമല്ല. ശബരിമലയിലെ മോഷണങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സാഹചര്യവും സമയവും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിലെ ഇതുവരെയുള്ള നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അയാൾ ചെയ്ത കള്ളങ്ങളുടെ എല്ലാ രേഖകളും അയാൾ നശിപ്പിച്ച് കാണുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള കള്ളന്മാരെ പോറ്റിയതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീ മുരാരി ബാബു എന്ന് പറയുന്ന കള്ളൻ. അദ്ദേഹം ഏറ്റുമാനൂർ ദേവസ്വത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയവാസങ്ങളും അഴിമതികളും കള്ളത്തരങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ കണ്ടെത്തിയതിന് ശേഷം ആ മോഷണങ്ങൾ നടത്തിയതിൽ മിടുക്ക് കാണിച്ചതിന്റെ പ്രമോഷനായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിനെ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചത്. ഒരിടത്ത് ദേവസ്വം വിജിലൻസ് കള്ളനാണെന്ന് കണ്ടുപിടിച്ച വ്യക്തിയെ ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ദേവസ്വം ബോർഡ് നിയമിച്ചു എങ്കിൽ അതിന് വ്യക്തമായ ചില അജണ്ടകളുണ്ട്. ഇയാളിൽ കൂടി പണം ഉണ്ടാക്കണം, ഇയാൾ നല്ല മിടുക്കനായ കള്ളനാണ്, ആ കള്ളനെ തന്നെ കൂട്ടുപിടിച്ചാൽ തങ്ങൾക്ക് എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന് ദേവസ്വം ബോർഡിലെ ചിലരുടെ കണക്കുകൂട്ടലിന്റെ ഫലമായിട്ടാണ് മുരാരി ബാബുവിനെ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നല്ലതാണെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വളരെ കൂടുതൽ ദൂരം ഇനിയും അന്വേഷണ സംഘത്തിന് സഞ്ചരിക്കേണ്ടി വരും. കാരണം മുരാരി ബാബുവോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ കൊണ്ട് മാത്രം തീരുന്ന ഒരു കൊള്ളയല്ല ശബരിമലയിൽ നടന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതിന്റെ അന്വേഷണം നീണ്ടാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുരാരി ബാബു എന്ന് പറയുന്ന മഹാഫ്രോഡായ ഏറ്റവും വലിയ കള്ളനായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് സന്തോഷമാണെങ്കിലും അദ്ദേഹം എല്ലാ തെളിവുകളും നശിപ്പിച്ച് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബാക്കിയുള്ള പ്രതികളെയെങ്കിലും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഈ കേസിലെ രേഖകളും ഈ കേസിലെ റിക്കവറി ആയിട്ടുള്ള ആർട്ടിക്കിളുകളും ഉടനെ തന്നെ പിടിച്ചെടുക്കണം. അല്ലാതെ ഓരോ ദിവസവും വെച്ച് താമസിപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് പോകരുത് എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണ ഭക്തജനങ്ങളും ശബരിമലയിലെ ഈ മോഷണത്തിൽ ആശങ്കയുള്ള എല്ലാവരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെയും അറസ്റ്റ് ചെയ്യണം. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്. മുരാരി ബാബു അറസ്റ്റിൽ അല്പസമയത്തിനകം വൈദ്യപരിശോധനയുണ്ടാകും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.